നമ്മുടെ യൂണിവേഴ്സൽ അക്കാദമിയുടെ അലുമിനി അതുപോലെ തന്നെ ട്രെയിനറായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് മിസ്റ്റർ റഷീദ് സർ. വെൽക്കം സർ. റെസ്പെക്റ്റഡ് ചെയർമാൻ ഓഫ് യൂണിവേഴ്സൽ അക്കാദമി ഷാഫി സാർ, അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ PK ബാലകൃഷ്ണൻ നമ്പ്യാർ, അറക്കൽ ബാവ സാറ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും, എൻ്റെ മുന്നിലിരിക്കുന്ന ഗ്രാജുവേറ്റ്സ്, സ്വീകരിക്കാൻ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. 36 വർഷം സ്കൂളിലെ അധ്യാപകനായി ജോലി ചെയ്തു. 3 വർഷം ഹെഡ് മാസ്റ്ററായിട്ടും ജോലി ചെയ്തു. ഒരുപാട് സമൂഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ MSc സൈക്കോളജി ചെയ്തത് തന്നെ എനിക്ക് സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ അറിയണം, ഒരു മനഃശാസ്ത്രജ്ഞനാകണമെന്നൊരു ആഗ്രഹം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്തതിന് ശേഷം എൻ്റെ സർവീസിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയും PG ഡിപ്ലോമ ഇൻ സൈക്കോളജി ചെയ്യുകയും ചെയ്തത്. എനിക്ക് സൈക്കോളജി PG ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും ഈ PG ഡിപ്ലോമ ചെയ്ത് അതുപോലെ ഒരു കോഴ്സ് കൂടി ചെയ്തപ്പോഴാണ് കൂടുതൽ സൈക്കോളജിക്കലുള്ള ന്യൂറോട്ടിക്കും അതുപോലെ സൈക്കോട്ടിക് അതുപോലെ ഒരുപാട് ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ 2-3 വർഷമായി ഇപ്പോൾ ഞാനും വൈഫും ഒരു കൗൺസിലിംഗ് സെന്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന, മറ്റുള്ളവരെ റിലാക്സ് ചെയ്യാനും ആശ്വസിപ്പിക്കാനൊക്കെ ചെയ്യുന്ന ഒരു നല്ല ജോലിയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നിങ്ങൾ എന്ത് ജോലിക്കാരായാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലും അതുപോലെ സുഹൃത്തുക്കളിലും അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിലാക്സ് കൊടുക്കാൻ പറ്റുന്നത് മെഡിസിനേക്കാളും ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എൻ്റെ വൈഫും എൻ്റെ കൂടെ കോഴ്സ് ചെയ്തിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നേരത്തെ ഷാഫി സാറൊക്കെ പറഞ്ഞതുപോലെ ഞാൻ JCIയിലൊക്കെ ട്രെയിനറായിട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ വൈഫൊക്കെ ആദ്യം പറയും, നിങ്ങൾക്ക് എപ്പോഴും തിരക്കാണ്, രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ കഴിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ എന്തിനും എൻ്റെ കൂടെ മുന്നിലിറങ്ങാൻ അവരുണ്ട്. അതുകൊണ്ട് തന്നെ മോനും ഇതേപോലെ മേഖലയിലേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മാറുക, പിന്നെ മറ്റുള്ളവർ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമുക്കൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടുത്തെ പ്രോഗ്രാമിൽ ഞാനിപ്പോൾ ഒരു ഹെർണിയ സർജറി കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഒരു 40 ദിവസമായിട്ടുള്ളൂ, വണ്ടിയൊന്നും ഓട്ടാനായിട്ടില്ല. പക്ഷേ ഈ പ്രോഗ്രാം ആയതുകൊണ്ട് മോനെ കൂട്ടി ഞാൻ ഇതിനേക്ക് വന്ന് ആദ്യമായിട്ടാണ് 1.5 മാസമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഏതായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, കൊച്ചനിയന്മാരോട്, അനിയത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ റിലാക്സ് എന്ന് പറയുന്നത് അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവർ കേട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരമാവധി മാറും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അറിവുകൾ സമ്പാദിക്കുക. ഒന്നും പൂർണ്ണമല്ല. നമ്മൾ CBT എന്താണെന്നൊക്കെ സംശയം ഉണ്ടാവും. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ എന്നെ വിളിച്ച് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. PG കഴിഞ്ഞവരും PhD കഴിഞ്ഞവരൊക്കെ ചോദിക്കുക. പക്ഷേ നമ്മളെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറിയാനും വായിക്കാനും കേൾക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ആ കാര്യം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ളൊരു വിഷയം നമ്മൾ റിപ്പീറ്റായി ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അത് സാധിക്കുക. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സ്ഥാപനത്തിനും അതുപോലെ ഈ വിദ്യാർത്ഥികൾക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. സാറിന് സ്നേഹസമ്മാനം നൽകാൻ വേണ്ടി ഷാഫി സാറിനെ ക്ഷണിക്കുന്നു. അതുപോലെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റഷീദ് സാറിനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.